ഒരു 2007 KPSCയുടെ കുറച്ച് ഓർഗൻ ഓൺ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമോ സർ? ഇപ്പോ ഡോക്ടർ വരുന്നത് വരെ പറഞ്ഞോളൂ, ക്വസ്റ്റ്യൻസ് പറഞ്ഞോളൂ. സർ, അത് 2007 KPSCയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സർ. നമ്മുടെ കേരള PSC. KPSCയുടെ 2007 ഹോമിയോപ്പതി ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻ എ ഡിഡക്റ്റീവ് ലോജിക്, ബി ഇൻഡക്റ്റീവ് ലോജിക്, സി ബോത്ത്, ഡി നൺ. സി അല്ലേ? അല്ല, രണ്ട് ലോജിക്കും വരും. ഇൻഡക്റ്റീവ് ലോജിക്കും ഡിഡക്റ്റീവ് ലോജിക്കും ബാധകമാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഇൻഡക്റ്റീവ് ലോജിക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം ആദ്യം കുറച്ച് എക്സ്പെരിമെന്റ് ഓഫ് സിമിലസിൽ എത്തുന്നത്. ഈ ഹോമിയോപ്പതിയിൽ നമ്മളൊരു കേസ് ടേക്കിങ്ങിന്റെ ഒരു മെഡിസിൻ എത്തുന്നവരെ ഒരു ടോട്ടാലിറ്റി ഫ്രെയിം ചെയ്യുന്ന ഭാഗം മൊത്തം ഇൻഡക്റ്റീവാ. കുറെ പെർട്ടിക്കുലേഴ്സ് നമ്മൾ ജനറൽ ആയിട്ട് ഒരു ടോട്ടാലിറ്റി ഉണ്ടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സിമിലിമം, അത് ഓൾറെഡി നമ്മൾ വച്ചിരിക്കുന്ന മെട്രിമെഡിക്കയിൽ നിന്നാണ് നമ്മൾ ഒരു ഡ്രഗ് സിമിലിമം ആയിട്ട് ചൂസ് ചെയ്ത് വെക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഡക്റ്റീവ് ലോജിക്കാണ്. അങ്ങനെ ഹോമിയോപ്പതി സിസ്റ്റം നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു ഇൻഡക്റ്റീവ് പ്ലസ് ഡിഡക്റ്റീവ് ലോജിക് ആയിട്ടാണ് വരുന്നത്. ജനറൽസ് ടു പർട്ടിക്കുലേഴ്സും പർട്ടിക്കുലേഴ്സ് ടു ജനറൽസും രണ്ട് തിയറിയും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ. അതുകൊണ്ട് രണ്ടും വരും, ഇൻഡക്റ്റീവ് ലോജിക്കും വരും, ഡിഡക്റ്റീവ് ലോജിക്കും വരും. ഓക്കെ, അത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഈ കെൻ ഫിലോസഫിയും എച്ച് റോബർട്ടും ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ ഇൻഡക്റ്റീവ് ലോജിക്കും ഡിഡക്റ്റീവ് ലോജിക്കും ഒന്ന് പറയുന്നത് നന്നായിരിക്കും. അപ്പം ഇത് കുറച്ചുകൂടി കാരണം സ്റ്റുവർട്ട് ക്ലോസിന്റെ 10th ചാപ്റ്റർ വരുമ്പോൾ അവിടെ ലോജിക്കിന്റെ കാര്യത്തിനകത്താണ് ഈ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് ഒക്കെ വന്നിട്ട് അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെ നമ്മൾ ഹോമിയോപ്പതി ഇതിൽ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, കെൻറപ്പട്രിയിൽ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇൻഡക്റ്റീവ് ആണോ ഡിഡക്റ്റീവ് ആണോ? ഇത്തരം ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ, ഇതിനകത്തുള്ളത് പറഞ്ഞോളൂ. 2007 ഫ്രാഗ്മെന്റ ഡി വെറിബിസ് medicamentorum sive in sanoro corpore humani observatives was published in the year 1796, 1800, 1805, 1779. 1805 വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻസും കൂടെ ഉണ്ട് ഹാനിമാന്റെ. ഏതാന്ന് പറയാവോ? മെഡിസിൻ ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇനി അടുത്ത് ഹോമിയോപ്പതി കൺസെപ്റ്റ് സേസ് മെന്റൽ ഡിസീസസ് ആർ എ സോറിക് ഒറിജിൻ, ബി സ്യൂഡോസോറിക് ഇൻ ഒറിജിൻ, സി അക്യൂട്ട് ഡിസീസസ്, ഡി സ്യൂഡോ ക്രോണിക് ഡിസീസസ്. The most appropriate time for administering the medicines in epidemic or sporadic intermittent fever is A. Immediately before the paroxysm, B. Any time before paroxysm, C. Immediately after the termination of paroxysm, and D. Any time after the paroxysm. Immediately after the termination of paroxysm. Okay. C. Immediately after the termination of paroxysm. അനല്ല പ്രിയ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, അപ്പോ മുകളിൽ വരും. ഓക്കെ, രാജേഷ് ഡോക്ടറെ കണ്ടിന്യൂ ചെയ്തോളൂ. ഡോക്ടർ ഒന്ന് പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നവരെ കണ്ടിന്യൂ ചെയ്തോളൂ. Okay, sir. The name 50 millismol potency was given by A. Dr. C. Herring, Dr. B. Hahnemann, Dr. William Borick, Dr. Pierre Smith. Okay. The word miasm originated from Greek, German, Latin, French. Miasm. Greek word ആണ് ട്ടോ miasm. Hahnemann was not averse to the external application for the treatment of A. chancre, B. venereal miasm, C. figworts, D. none of the above. Okay. മെസ്സേജ് ഒക്കെ കണ്ടായിരുന്നു, ഫിഗ്വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്, എല്ലാവരും ഓപ്ഷൻസ് അയക്കുന്നുണ്ട്. കറക്റ്റ് ഓപ്ഷൻ. Next question. The term pseudosora was first used by Dr. J.T. Kent, Dr. J.H. Allen, Dr. H.C. Allen, Dr. T.F. Allen. J.H. Allen. A prolonged aggravation
and final decline of the patient interprets that A, the medicine is not correct, B, the disease is an incurable one, C, the medicine is too deep, and D, the patient is idiosyncratic. സ്ലൈഡ് ചെയ്യാൻ പറ്റുമോ? PPT പിന്നീട് അയച്ചു കൊടുക്കത്തക്കോണം. ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻസ്? A prolonged aggravation and final decline of the patient interprets that the medicine is not correct, the disease is an incurable one, the medicine is too deep, the patient is idiosyncratic. അതില് പലരും ഞാൻ കണ്ടത് ഓപ്ഷനില് മെഡിസിൻ ടു ഡീപ്പ് എന്ന് പറയുന്നതാണ് കേട്ടോ. പക്ഷെ യഥാർത്ഥത്തില് ആൻസർ കീയിലോ ഇത് ബി ആണ് കേട്ടോ. ദ ഡിസീസ് ഇസ് ആൻ ഇൻക്യൂറബിൾ വൺ. ഒരു സെക്കൻഡ്. കഴിഞ്ഞോ ഡോക്ടറെ? അല്ല സർ, ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് 2 സെക്കൻഡ് സർ. ഓക്കെ. Sorry sir. അടുത്ത no aggravation with recovery of the patient means A, the remedy is shallow and short acting, the potency is suitable, slight organic change, the disease is organic and incurable. No aggravation with recovery of the patient. Option Potency A is suitable. okay. Correct ആണ്. B ആണ്. Which observation of Dr. Kent does not cover the disease state? Disease state നെ കവർ ചെയ്യാത്ത ഒബ്സർവേഷൻ ഏതാന്നാ ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയുന്നതിന് മുന്നേ പറയുന്നുണ്ട് എല്ലാവരും. 9th observation. The number of drugs proved by Dr. Hahnemann. Option A. Okay. 99. Okay. Mesmerism was introduced in which edition of Organon? Third. Okay. Accessory symptoms are found in acute disease, chronic disease, in drug proving, after first prescription. Chronic disease. After first prescription. അത് ക്രോണിക് ഡിസീസസിൽ ലെസർ അസസറി സിംറ്റംസ് ആണ് പറയുന്നത്. നമ്മളതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അഫോർസം 95 മെൻഷൻ ചെയ്യുന്നുണ്ട് ക്രോണിക് ഡിസീസിൽ വരുന്ന ലെസർ അസസറി സിംറ്റംസിനെ പറ്റിയിട്ട്. നമ്മൾ ബേസിക്കലി അങ്ങനെ പഠിച്ചിട്ടുണ്ട്. വൺ സൈഡഡ് ഡിസീസസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷന് ശേഷം വരുന്നത് അസസറി സിംറ്റംസ് ആണെന്ന് പറയുന്നുണ്ട്. ലെസർ അസസറി സിംറ്റംസ് എന്ന് ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ക്രോണിക് ഡിസീസസിലോട്ട് എഴുതുക, ഉത്തരം എഴുതുക. ഒരു വാക്കിൽ വ്യത്യാസം വരുമ്പോഴും ആൻസേഴ്സ് കീ മാറും. ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ലെസർ അസസറി സിംറ്റംസ് കണ്ടാൽ നിങ്ങൾ ക്രോണിക് ഡിസീസസ് എഴുതുക ഓപ്ഷനിൽ നിന്ന്. അസസറി സിംറ്റംസ് എടുക്കുകയാണെങ്കിൽ ആഫ്റ്റർ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ പോവുക, കാരണം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ വൺ സൈഡ് ഡിസീസസ് ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ കീ വരുന്നത് ആഫ്റ്റർ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എന്നാണ്. ഓക്കെ, കുറച്ച് റെപ്പർട്ടറി ക്വസ്റ്റ്യൻസ് നോക്കാവോ? ഇൻ കെൻസ് റെപ്പർട്ടറി റൂബ്രിക് ഡ്രീം is found in A, sleep, B, generalities, C, mind, D, head. Rubric dream. Sleep dreams ആണ്. Sleep. In Kent sleep ആണ് correct answer. In Kent repertory shaving aggravates is found in the chapter A, face, B, skin, C, generalities, D, conditions. അപ്പൊ പലരും കറക്റ്റ് ഉത്തരം അയക്കുന്നുണ്ട്. ഫേസ് ആണ്. ഫേസ് ആണ്. ഇൻ കെൻസ് റെപ്പർട്ടറി ദ നമ്പർ ഓഫ് സെക്ഷൻസ് ഈസ് 37, 38, 31, 33. 37. First edition of Kent's repertory was published in the year 1894, 1897, 1899, 1900. Correct options വന്നു. 1897. Okay. Sixth edition of Kent's repertory was published in the year 1840, 1900, 1925, 1961. 1961. Sixth edition. 1961 ആണ്.
1961 ആണ് 6th edition of Kent's repertory. In Kent's repertory, rubric convulsion is to be looked in: A, head; B, mind; C, generalities; and D, dreams. ഉത്തരം കിട്ടി, generalities. The plan of the repertory part of TPB is Therapeutic Pocketbook by Bonniason is divided into 4 parts, 5 parts, 8 parts, 7 parts. 7 parts. The concordance repertory is ആരുടെ ആണെന്നുള്ളതാണ് ചോദ്യം. Gentry's, Kent's, Boger's, Patek's. Gentry. ഓക്കെ. ഇപ്പൊ ഡോക്ട്രൈൻ ഓഫ് അനലോഗി കോൺസെപ്റ്റും നിങ്ങൾക്ക് അറിയാലോ. ആരാ? Bonniasen's repertory was translated to English by Borick, Boger, William Oscar, Ner. Bonniasen's Boger. ബോഗർ ആണ് ബോണിങ്ങസന്റെ റെപ്പർട്ടറി. എനിക്ക് തോന്നുന്നു 1900 ആണെന്ന് തോന്നുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലോട്ട്. Then the largest chapter in Kent's repertory. Extremities. Okay. Smallest chapter? Hearing. Hearing. Gradation of medicines is first. Options: Dr. Herring, Dr. Bog. Gradation of medicines first done by Dr. Herring, Dr. Boger, Dr. Bonniasen, Dr. Hahnemann. Dr. Bonniasen ആണ് ഫസ്റ്റ് റെപ്പർട്ടറി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡോക്ടർ ഹാനമാനെ പറയും. ഫാദർ ഓഫ് റെപ്പർട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ബോണിങ്ങസനെ പറയും. ഫസ്റ്റ് ഗ്രഡേഷൻ ഓഫ് മെഡിസിൻസ് ചെയ്യുന്നത് ബോണിങ്ങസൻ ആണ്. സിംറ്റംസ് ഗ്രേഡ് ചെയ്യുന്നത് ആരാ? ഹെറിംഗ് അല്ലേ നമ്മൾ പഠിക്കുന്നേ അല്ലേ? പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന പാട്ടാണ് ഈ കുറച്ച് പാർട്സ് മാത്രം. പക്ഷെ കറക്റ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും. എപ്പോഴും നമ്മൾ ഹെറിംഗ് ഗൈഡിങ് സിംറ്റംസ് എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പൊ ഹെറിംഗും സിംറ്റംസും എപ്പോഴും കണക്ഷനിൽ വെച്ചേക്കാം നിങ്ങൾ. അപ്പൊ പെട്ടെന്ന് കിട്ടും, നമുക്ക് തെറ്റി പോകത്തില്ല. ഗ്രഡേഷൻ ഓഫ് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ബോണിങ്ങസൻ ആണ് കേട്ടോ. TPB by Bonniasen was originally written in which language? English, Latin, German, Greek. Greek അല്ല കേട്ടോ, German ആണ്. The number of remedies or original edition, അതായത് original edition അല്ല, TPB by Bonniasen had originally എത്ര number of medicines ആണ്? പറഞ്ഞു. On 26. Eliminating rubric was first introduced in homeopathy by M.L. Taylor. Kent started his work on repertory from Lee's repertory, Lippi's repertory, Bonniasen's repertory, Jar repertory. Lippi. ഇതെല്ലാം നമ്മുടെ KPSC 2007 ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. MO ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ് ഞാൻ ഈ ചോദിക്കുന്ന ഫുൾ ക്വസ്റ്റ്യൻസ് കേട്ടോ. And the word rubric originated from the word rubra, rubus, rubrera, rubrica. Rubrica. ഈ റെപ്പർട്ടറി എന്നുള്ള വേർഡ് ഏതാണ്? ലാറ്റിൻ ആണ്. നമ്മുടെ ഈ റൂബ്രിക് എന്ന് പറയുന്നത് ഗ്രീക്ക് ആണ്. റൂബ്രിക്ക എന്നുള്ള വേർഡിൽ നിന്നാണ് വരുന്നത്. In Kent's repertory, the complaint ailments from bad news can be located in the rubric A, ailments; B, bad; C, news; D, complaints. Bad. Bad. എല്ലാവരും കറക്റ്റ് ഓപ്ഷൻസ് തരുന്നുണ്ട്. Bad. In Kent's repertory, Tabes mesenterica is found in the chapter A, abdomen; B, generalities; C, rectum; and D, stomach. Abdomen. Okay. Repertory of intermittent fever is written by W.A. Allen, H.C. Allen, Boger, Guernsey. Repertory of intermittent fever. W.A. Allen ആണ്. തെറാപ്യൂട്ടിക്സ് ഓഫ് ഫീവർ എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു HC Allen. പിന്നെ റെപ്പർട്ടറി ഓഫ് ഇന്റർമിറ്റന്റ് ഫീവർ W.A. Allen ആണ്. TF Allenന്റെ വർക്ക് പെട്ടെന്ന് മറന്നു കേട്ടോ.
TFL എന്തായിരുന്നു? സിംറ്റം രജിസ്റ്റർ TFL. സിംറ്റം രജിസ്റ്റർ ആണോ? സിംറ്റം രജിസ്റ്റർ, സിംറ്റം കോഡക്സ് ഒക്കെ സിംറ്റം ഇൻഡെക്സ് ആണല്ലേ, ജാറിന്റെ റെപ്പർട്ടറി. കൺഫ്യൂസിങ് ആണ് എപ്പോഴും. സിംറ്റം കോഡക്സ് എന്ന് പറയുന്നത് ജാറിന്റെ ആയിരുന്നില്ലേ? ജാറിന്റെയാണ് സിംറ്റം കോഡക്സ്. നമ്മുടെ TFLന്റെ രജിസ്റ്റർ TFL എൻസൈക്ലോപീഡിയന്റെ ലാസ്റ്റ് 2 വോളിയം. ഓക്കെ, അതാണ് സിംറ്റം രജിസ്റ്റർ. 11 12. Globule number 10 having weight 1 grain is equivalent to 1 globule, 10 globules, 100 globules, 200 globules. Globule number 10 having weight 1 grain is equivalent to, എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് തരുന്നുണ്ട്. 100. നമ്മൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് നമ്മുടെ സക്സസിനകത്ത് ഇതിന്റെ ഡിസ്കഷൻ വന്നിരുന്നു എന്ന് തോന്നുന്നു. 100. British Homeopathic Pharmacopoeia by the Homeopathic Society was published in 1850, 1860, 1870, 1890. 1870. British Homeopathic Pharmacopoeia. The first volume of the HPA was published by Government of India in the year 1962, 1971. എല്ലാവരും ആൻസർ തരുന്നുണ്ട്. 1971. 8th volume of the HPA published by the Government of India was in the year 1998, 2000, 2002, 2004. 8th volume. Yes, 2000. Dr. Sanistri പറഞ്ഞിട്ടുണ്ട്, രേണു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 2000. By the method of succussion, Hahnemann made potencies up to 30x, 60x, 30C, 60C. 60C വരെയാണ് ഹാനിമാൻ പൊട്ടൻസീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. The process of passing a liquid through some porous medium is straining, decantation, desiccation, filtration. The process of passing a liquid through the porous medium. Straining, decantation. Okay, ദീപ ഡോക്ടർ ആൻസർ തന്നു. ഫിൽട്രേഷൻ ആണ്. The drug causticum belongs to the 1 dessert spoonful is equivalent to 4 ml, 8 ml, 15 ml, 20 ml. 1 dessert spoonful. എല്ലാരും അയക്കുന്നുണ്ട് ആൻസേഴ്സ്. അല്ല കേട്ടോ, 8 ml ആട്ടോ. 1 dessert spoonful is equivalent to 8 ml. മെഷർമെന്റ്സ് ആരെങ്കിലും ഒന്ന് ഈ ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അതിന്റെയൊക്കെ ഒരു അളവൊന്നും ഇടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഫാർമസി അതെപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ടീസ്പൂണും ഡെസേർട്ട് സ്പൂണും ഒക്കെ മൊത്തത്തിൽ ഒന്നിച്ചിട്ടാൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യൂ. enzyme deficiency in diabetes mellitus is glycokinase. പറഞ്ഞു glycokinase. Heberden's notes are seen in rheumatoid arthritis. OA. Japanese encephalitis is caused by human retrovirus, enterovirus, cytomegalovirus, arbovirus. ഏത് വൈറസ് ആണ് കേട്ടോ ചോദ്യം? മോസ്കിറ്റോ അല്ല, arbovirus. The normal human requirement of potassium per day is 100 MEQ, 120 MEQ, 130 and 150. The normal. ആരോ ആൻസർ പറഞ്ഞായിരുന്നു. C 130. അത് 130 ആണോ? 135 to പക്ഷെ ഇതിലെ
നമ്മുടെ അപ്പോഴത്തെ കീയിലാണ് കേട്ടോ. കീയില് ആക്ച്വലി 4th ക്വസ്റ്റ്യന് ഡി ആയിട്ടാണ് തന്നിരിക്കുന്നത്, 150 തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 100 ഓർ 130 അങ്ങനെ ഒരു റേഞ്ചിൽ നിൽക്കുമല്ലേ. എന്താണ് എക്സാക്ട് അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയുക നോക്കിയിട്ട്. കാരണം അന്ന് കീ റോങ് ആയിട്ടുള്ള പോലെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ആൻസർ എഴുതിയിരിക്കുന്നത്. അവര് തന്നിട്ടുള്ള കീയിൽ 150 ആണ് പറയുന്നത് കേട്ടോ. അത് ആരെങ്കിലും ഒന്ന് റെഫർ ചെയ്തിട്ട് ഒന്ന് ഇടണേ, ഞാനും നോക്കാം. നോർമൽ ഹ്യൂമൻ റിക്വയർമെന്റ് ഓഫ് പൊട്ടാഷ്യം പെർ ഡേ. Most common opportunistic infection in AIDS is aspergillosis, cryptococcosis, tuberculosis, candidiasis. കാൻഡിഡിയാസിസ് ആണ് വരുന്നത് കേട്ടോ. ട്യൂബർകുലോസിസ് ഒത്തിരി പേര് അയക്കുന്നുണ്ട്, പക്ഷെ കീക്ക് കൊടുത്തിരിക്കുന്ന ആൻസർ കാൻഡിഡിയാസിസ് ആണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് കറക്റ്റും തോന്നുന്നു, കാൻഡിഡിയാസിസ്. കാവേർണസ് ബ്രീത്തിങ് ഈസ് സീൻ ഇൻ CA lung, consolidation, pleural effusion, cavity lung. Cavernous breathing നമ്മൾ കാണുന്ന ഏത് കണ്ടീഷനിലാണെന്നാ ചോദിക്കുന്നത്. എല്ലാവരും ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. ക്യാവിറ്റി ലങ്. ഡയഗ്നോസിസ് ഓഫ് ടൈഫോയിഡ് ഫീവർ ഇൻ ദ ഫസ്റ്റ് വീക്ക് ഈസ് ബൈ വൈഡാൾ ടെസ്റ്റ്, സ്റ്റൂൾ കൾച്ചർ, യൂറിൻ കൾച്ചർ. ആൻസർ വന്നു, ബ്ലഡ് കൾച്ചർ. Then pH of gastric acid is, അറിയാവോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ ഞാൻ ഓപ്ഷൻസ് തരാം. വന്നു ഷബീന. 1.5 to 2 പറയുന്നത് കേട്ടോ. 1.2 to 2 ആണോ? എല്ലാരും കുറെ പേര് 1.2 വരുന്നുണ്ട്. ഓപ്ഷനിൽ 1.5 ആണ് ഉണ്ടായിരുന്നത്. 1.5 to 2 എന്നാ കാണുന്നത് കേട്ടോ. 4 ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. 1.5 to 2, 0.5 to 2.5, 2.3 to 3 and 3 to 3.5. അതിൽ 1.5 to 2 ആണ് ആൻസർ കീയുടെ ആൻസർ. The daily requirement of vitamin K in adult is A 10 to 20 microgram, B 20 to 50 microgram, C 70 to 140 microgram, and D more than 150 microgram. Daily requirement of vitamin K in adult 70 to 140 ആണ് കറക്റ്റ്. 70 to 140 microgram. The diagnostic criteria in CA prostrate with metastasis is raised in ether, alkaline phosphatase, acid phosphatase, bilirubin. The diagnostic criteria in carcinoma, acid phosphatase. Alkaline phosphatase. Acid phosphatase ആണ് കേട്ടോ ആൻസർ. The commonest degenerative joint disease: gout, osteoporosis, rheumatoid arthritis, osteoarthritis. Osteoarthritis. The common bone fracture in body is clavicle, femur, radius, vertebra. The most common clavicle. Herpes zoster is commonly seen in cervical region, geniculate ganglia, lumbar region, thoracic region. Thoracic. Causative organism of molluscum contagiosum. Pox virus. Which of the following infection has the most neurological complication? Measles, rubella, scarlet fever, smallpox. Measles. The normal heart rate per minute at birth is 60 to 80, 80 to 110, 70 to 120, 110 to 150. 110 to 150. The normal 110 to 150 ആണ്. Kwashiorkor is due to protein deficiency, energy deficiency, malabsorption of vitamins, and protein and energy deficiency. Protein. 17. Protein and energy deficiency എന്നുള്ളതാണ് കീയിലെ ആൻസർ കേട്ടോ.
Iron is absorbed actively in the stomach, duodenum, lower jejunum, proximal ileum. Iron. Duodenum. Duodenum. നമ്മുടെ വൈറ്റമിൻ B12 ആണെങ്കിൽ എവിടെയാണ് അബ്സോർബ്ഡ് ആകുന്നത് അറിയാവോ? ടെർമിനലി. Liver does not produce albumin, fibrinogen, gamma globulin, prothrombin. Gamma globulin ആരാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ? പ്ലാസ്മ. Plasma cell. Okay. Main function of mitochondria is protein synthesis, oxidation, electron transfer, fat synthesis. Oxidation. Main function of mitochondria: protein synthesis, oxidation,